നമസ്കാരം. ജനുവരി മാസം എന്ന് പറയുന്നത് വെറുമൊരു തുടക്കമല്ല. ജ്യോതിഷശാസ്ത്രപ്രകാരം സൂര്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന പുണ്യമാസമാണ്. പക്ഷേ ഈ ജനുവരി ചിലർക്ക് അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് 8 നക്ഷത്രക്കാർക്ക്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച ചില കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. അത് ചിലപ്പോൾ ഒരു സാമ്പത്തിക നേട്ടമാകാം, അല്ലെങ്കിൽ ശത്രുക്കളുടെ പതനമാകാം, അതുമല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ഒരു യാത്രയുമാകാം. പക്ഷേ ഭാഗ്യത്തോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? ഈ ഭാഗ്യം നിലനിർത്താൻ നിങ്ങൾ പോകേണ്ട ക്ഷേത്രമേതാണ്? ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെ? എല്ലാം വിശദമായി ഈ വീഡിയോയിൽ പറയുന്നു. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം നടക്കാൻ പോകുന്ന 3 നക്ഷത്രങ്ങളെയാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ഈ ജനുവരിയിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് കിട്ടാക്കടം തിരികെ ലഭിക്കും. പണം സംബന്ധിച്ച് ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പുറത്തു വരികയും നിങ്ങൾക്ക് നീതി ലഭിക്കുകയും ചെയ്യും. എല്ലാ രീതിയിലും സർവ്വ സൗഭാഗ്യമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയം തന്നെയാണ് ഈ ഒരു സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. പ്രണയം സഫലമാകും. വിദേശത്തേക്ക് പോകാൻ സാധിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. ധനം ധാരാളമായി ഒഴുകിയെത്തും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് നിങ്ങളെത്തുന്നത്. ഇനി നിങ്ങളുടെ ഏറ്റവും അനുകൂലമായ സമയമാണ്. മേടക്കൂറിലെ അശ്വതിക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറി അശ്വതി രക്ഷപ്പെടുന്ന സമയം. നിങ്ങൾ അശ്വതി നക്ഷത്രമാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. രണ്ടാമത്തെ നക്ഷത്രം മകമാണ്. പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രം. മകൻ നക്ഷത്ര ജാതകർക്ക് പൂർവിക സ്വത്തിൽ നിന്നോ ചിട്ടി, ലോട്ടറി എന്നിവയിൽ നിന്നോ ധനലാഭം ഈ ജനുവരിയിൽ ഉറപ്പാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും. കടങ്ങളൊക്കെ മാറും. വലിയ വലിയ നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. പിണക്കങ്ങളൊക്കെ മാറി ദമ്പതികൾ ഒന്നിക്കും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി മകൻ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് ഇവരുടെ സർവ്വ ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. മകത്തിൻ്റെ ഏറ്റവും നല്ല നാളുകളാണ് ഇനി. മകത്തിൻ്റെ ഭാഗ്യനാളുകളാണ് ഇനി. എല്ലാം സാധ്യമാകും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി മകൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. നിങ്ങളൊരു കൃഷ്ണഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ബുധൻ്റെ നക്ഷത്രം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ചാകരക്കാലമാണ്. മുടങ്ങിക്കിടന്ന ഡീലുകൾ നടക്കും. കയ്യിൽ പണം ധാരാളം വന്നു ചേരും. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. പക്ഷേ ഇവർ സൂക്ഷിക്കണം. പണം വരുമ്പോൾ കണ്ണു തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3 നക്ഷത്ര ജാതകരും ജാഗ്രത പാലിക്കണം. അടുത്തത് തൊഴിൽപരമായ നേട്ടങ്ങൾ ലഭിക്കുന്ന 3 നക്ഷത്രങ്ങളാണ്. ചന്ദ്രൻ്റെ നക്ഷത്രം. അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കാനോ ശമ്പള വർധനവ് ലഭിക്കാനോ ഈ ജനുവരിയിൽ യോഗമുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്
വിസ തടസ്സങ്ങൾ മാറിക്കിട്ടും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിലില്ലായ്മ മാറുന്ന മാസമാണ്. ഒട്ടേറെ ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്ത് മടുത്തവർക്ക് ഈ മാസം നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും ചോതി നക്ഷത്ര ജാതകർ. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ ചോതിക്ക് കഴിയും. ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ചോതിയുടെ ഏറ്റവും നല്ല ദിനങ്ങളാണിനി. ചോതി നക്ഷത്ര ജാതകരുടെ ഏറ്റവും ഗുണകരമായ സമയം. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പമ്പകടക്കും. ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ കഴിയും. പണം ധാരാളം വന്നു ചേരും. പണം ധാരാളം വരുമ്പോൾ അഹങ്കാരം പാടില്ല. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്ര ജാതകർക്ക് സർക്കാർ കാര്യങ്ങളിൽ വിജയം വന്നു ചേരും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ ലോൺ പാസ്സാകാൻ കാത്തിരിക്കുന്നവർക്കോ അനുകൂലമായ തീരുമാനം ഈ മാസം ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ജാതകം വിശദമായി പരിശോധിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ 94 967 24 401 എന്നതാണ്. ഇനി പറയുന്ന 2 നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഈ 2 നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ഇവർക്ക് ഒരുപാട് ദുഃഖ ദുരിതങ്ങളുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരുപാട് കടങ്ങളുണ്ട്. വലിയ വലിയ മാനസിക വിഷമതകളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഇവർക്ക് ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അതിൽ 7ാമത്തെ നക്ഷത്രം പൂയമാണ്. ബൃഹസ്പതിയുടെ സ്വാധീനമുള്ള നക്ഷത്രം. വിവാഹം വൈകിപ്പോകുന്നവർക്ക് ഈ ജനുവരിയിൽ ഉത്തമമായ ആലോചനകൾ വരികയും അത് ഉറപ്പിക്കുകയും ചെയ്യും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം കേൾക്കാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം ഉയർച്ചയിലേക്കുമാണ് പൂയം നക്ഷത്ര ജാതകർ എത്തുന്നത്. പൂയത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. പൂയത്തിനിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. പൂയം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അവസാനത്തെ നക്ഷത്രം രേവതിയാണ്. കുടുംബത്തിലെ തർക്കങ്ങൾ തീരും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവസാനിക്കും. പിണങ്ങിയിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കും. വീട്ടിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം ഐശ്വര്യമാണ്. സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയം. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. പോകേണ്ട ക്ഷേത്രങ്ങളും ചെയ്യേണ്ട വഴിപാടുകളും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. കൂവളമാല ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഈ 8 നക്ഷത്ര ജാതകർക്കും ഭാഗ്യമുണ്ടെങ്കിലും അത് നിലനിർത്താൻ ചില ക്ഷേത്ര ദർശനങ്ങൾ അത്യാവശ്യമാണ്. ജനുവരി മാസത്തിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അതിൽ ഒന്നാമത്തേത് ശിവക്ഷേത്ര ദർശനമാണ്. ഈ 8 നക്ഷത്രക്കാരും ജനുവരിയിൽ ഒരു തിങ്കളാഴ്ചയെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി ധാരയോ അല്ലെങ്കിൽ കൂവളമാലയോ സമർപ്പിക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഇനി ഗണപതി ഹോമം. വിഘ്നങ്ങൾ മാറാൻ ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക. അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെ കൂട്ടുപിടിക്കുക. മണ്ഡലകാലം കൂടിയായതുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കുന്നത് ശനിദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ്. ഇനി അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർ, വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. അവർക്ക് ഒരു പക്ഷേ അമ്പലത്തിൽ പോകാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദിവസവും വൈകുന്നേരം വീടിൻ്റെ പൂമുഖത്ത് നെയ്വിളക്ക് കൊളുത്തി ഓം നമഃശിവായ എന്ന് 108 തവണ ജപിക്കുക. ഇത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും വീട്ടിൽ സൗഭാഗ്യ സമ്പന്നത വന്നു ചേരുകയും ചെയ്യും. വീട്ടിൽ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി പറയാം. സാമ്പത്തിക തടസ്സം മാറാൻ ഈ ലളിതമായ വിദ്യ നിങ്ങൾ ചെയ്യുക. ഈ ജനുവരി മാസം ഒരു അല്പം കല്ലുപ്പ് ഒരു ഗ്ലാസ് ബൗളിലെടുത്ത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഇത് മാറ്റി പുതിയത് വയ്ക്കുക. ഇത് വീട്ടിലെ ദൃഷ്ടിദോഷങ്ങൾ വലിച്ചെടുക്കുകയും പണം വരാനുള്ള വഴികൾ തുറക്കുകയും ചെയ്യും. വിശ്വാസത്തോട് ചെയ്താൽ
ഫലം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ജനുവരി മാസം ഈ 8 നക്ഷത്ര ജാതകർക്ക് സുവർണാവസരമാണ്. കിട്ടുന്ന ഭാഗ്യങ്ങൾ അഹങ്കരിക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. പക്ഷെ ഓർക്കുക, ഇത് പൊതുവായ ഫലമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. നിങ്ങളുടെ ജാതകം കൃത്യമായി പരിശോധിച്ച് നിങ്ങൾക്ക് മാത്രമുള്ള ദോഷപരിഹാരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മടിക്കാതെ ബന്ധപ്പെടുക. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നമ്മുടെ നമ്പർ 94 967 24 401 എന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജനുവരി നേരുന്നു. നന്ദി, നമസ്കാരം.